നമസ്കാരം, ട്രഫൂടെക് വ്ളോഗ്സിൻ്റെ അടുത്ത വ്ളോഗിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഒരു ട്രാവൽ വ്ളോഗ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ അതിനുള്ള പ്രിപ്പറേഷനിലാണ് ആക്ച്വലി. അപ്പോൾ കുറച്ച് എക്സൈറ്റഡ് ആണ്. അപ്പോൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ പോകണം. നമ്മളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് ബാക്കി നമ്മളുടെ യാത്ര തുടങ്ങാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പം ഞാൻ സത്യത്തിൽ. അപ്പോൾ നമുക്ക് ഒന്ന് അവരെയൊക്കെ പിക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്കി യാത്രകളിലേക്ക് കടക്കാം. അപ്പോൾ ഒരിക്കൽ കൂടിയും ട്രഫൂടെക് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. കൂടാതെ ആ സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും പിന്നെ അതേപോലെ ലൈക്ക്, ഷെയർ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് യാത്രയിലേക്ക് കടക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ തിരിക്കുകയാണ്. ഇവരൊക്കെ വന്നിട്ടുണ്ട്. ഗോകുല്, രജീന്ദ്രൻ, പിന്നെ കൂടാതെ ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് ശ്രീനി, എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടുന്ന് യാത്ര തിരിക്കാൻ പോവാണ്. അപ്പോൾ മാസ്ക് മുഖ്യമ്പിക്കില്ലേ, മാസ്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ സാനിറ്റൈസർ എല്ലാതും ഉണ്ട് കയ്യിൽ. അപ്പോൾ ഞങ്ങളുടെ ട്രാവൽ അല്ലെങ്കിൽ ഞങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ എങ്ങടാ പോകണമെന്നുള്ളതൊന്നും ഞങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. പോണ വഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ വീഡിയോയിൽ പകർത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എന്നാൽ ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥ തന്നെയാണ് കേട്ടോ. വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ യാത്രയ്ക്ക് അങ്ങനെ കോട്ടം തട്ടുന്നതായിട്ടുള്ള വലിയ ഘടകങ്ങളും കാര്യങ്ങളൊന്നും ഇന്നത്തെ വ്ളോഗിൽ കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കൂടാതെ ഇന്നിപ്പോൾ നമ്മളുടെ മെയിനായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു കടമ്പ എന്ന് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്യോ എന്നുള്ളതാണ്. കാരണം നമ്മളുടെ ഏരിയയിലൊന്നും മഴയും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ നമ്മളീ പോകുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു ഏരിയയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ചെന്ന് മഴ പെയ്യോ അല്ലെങ്കിൽ മഴ നമുക്ക് മഴ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മളിനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്രയുടെ ഇടയിൽ കണ്ടൊരു കാഴ്ചയാണ്. നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നല്ല ഭാരതപ്പുഴ നമ്മളിപ്പോൾ ഏകദേശം ഒരു കുന്നിൻ്റെ മുകളിൽ അത്യാവശ്യം നല്ലൊരു ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ആ ഹൈറ്റിൻ്റെ അവിടെ നിന്നിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഭാരതപ്പുഴയുടെ ഒരു സഞ്ചാരപാത കറക്റ്റായിട്ട് കാണാൻ പറ്റും. നമുക്ക് ആ ഭാഗം ഒന്ന് നമുക്ക് എടുത്ത് നോക്കിയാൽ നമ്മളിപ്പോൾ ചെറുകുരുത്തിയിൽ നിന്ന് ഇപ്പോൾ അങ്ങനെ പോകുന്നിട്ട് ഒരു പള്ളം മാറങ്ങോട്ടര എന്ന് പറയുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്തൊരു ഡാമിൻ്റെ സൈഡിൽ കൂടെ ഇപ്പം അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഡാമിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് ഞാൻ പറയാം. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്
തൃത്താല ഭാഗത്തേക്ക് പോകുമ്പോൾ തിരുമിറ്റക്കോട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. തിരുമിറ്റക്കോട് ഒരുപാട് സിനിമകളുടെയൊക്കെ ഷൂട്ടിങ്ങും പിന്നെ അതേപോലെ സിനിമകളിൽ കൂടെയൊക്കെ കുറേ പേര് ഈ പേര് കേട്ടറിഞ്ഞിട്ടുണ്ടാവും. നല്ലൊരു നാടാണ്, അത്യാവശ്യം നല്ലൊരു ഗ്രാമീണ ഭംഗി. ഇപ്പോൾ ഇതിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഫുള്ളും പാടവും വരമ്പും അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഒരു ടൗണിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ടച്ച് ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല അധികം. അപ്പോൾ നമ്മളുടെ യാത്രാ മധ്യേ നമ്മൾ വേറൊരു കാഴ്ചയും കൂടിയും കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. ഞങ്ങൾ സ്ഥിരം ഈ വഴി കൂടെ പോകുമ്പോൾ കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളിതൊന്ന് ശരിക്കും ഒന്ന് കാണിച്ചു തരാണ്. കട്ടിൽമാടം എന്ന് പറയുന്നൊരു സംഭവം എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ചിലർ കേട്ടിട്ടുണ്ടാവും. കാണാൻ വഴിയില്ല, കേട്ടിട്ടുണ്ടാവും പലരും. അപ്പോൾ നമ്മൾ ശരിക്കും ഇപ്പോൾ നിൽക്കുന്ന ഒരു കട്ടിൽമാടത്തിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ആ കട്ടിൽമാടത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ അവിടേക്കായിട്ട് നിങ്ങളെന്നെ എത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കട്ടിൽമാടത്തിൻ്റെ നേരെ മുമ്പിലാണ്. അപ്പോൾ ഇത് ഏകദേശം പട്ടാമ്പിയിൽ നിന്ന് നമ്മൾ കൂറ്റനാടേക്ക് പോകുന്ന ആ റോഡിൽ ഏകദേശം ഇടത്തെ ഭാഗത്താണ് ഈ ഒരു കട്ടിൽമാടം സ്ഥിതി ചെയ്യുന്നത്. AD 9-10 നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ പണി കഴിപ്പിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട്. കൂടാതെ വെറും കരിങ്കല്ല് മാത്രമാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നത്. കൂടാതെ നല്ല കൊത്തുപണികളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. 1970 ആ ഒരു സമയത്ത് ഇത് സംസ്ഥാന സർക്കാർ ഇതൊരു സ്മാരകമായിട്ട്, ചരിത്ര സ്മാരകമായിട്ട് ഏറ്റെടുത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് അവിടെ ഒരു ബോർഡ് ഇവിടെ കാണുന്നുണ്ട്. ജില്ലാ കളക്ടർ ഏറ്റെടുത്തിട്ടുള്ളതിൻ്റെ ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സംരക്ഷണ ഇതായിട്ട് അതിർത്തിയായിട്ടാണ് ഇപ്പോൾ ഇത് കണക്കാക്കപ്പെടുന്നത്. കൂടാതെ ഇപ്പോൾ ഇതിൻ്റെ ചുറ്റുഭാഗത്തുനിന്നായിട്ട് യാതൊരു സംരക്ഷണത്തിൻ്റെ യാതൊരു ഇതും കാണുന്നില്ല. ആകെ കാടും മന്തൊക്കെ പിടിച്ച് കിടക്കുന്നതാണ് സംഭവം. അപ്പോൾ ഇതാണ് കട്ടിൽമാടം. അപ്പോൾ ഇനി കാണാത്തവർ വീഡിയോ ഇതിൽ കൂടെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഈ കട്ടിൽമാടത്തിലൂടെ നമ്മൾ വീഡിയോ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത് കാണണം. കൂടാതെ ഇത് പോകുന്ന വഴിക്ക് ഇനി ആരെങ്കിലുമൊക്കെ ഈ വഴിക്കൊക്കെ പോകുമ്പോൾ ഒന്ന് നിർത്തിയിട്ട് ഈ കാര്യങ്ങൾ എന്തൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് നോക്കുക. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പണി കഴിപ്പിച്ചുള്ള രീതിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ചുറ്റുഭാഗത്തു കൂടെ നമ്മൾ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വീക്ഷിക്കാനായിട്ട് സാധിക്കും. കൂടാതെ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ആ ഒരു രീതിയിലാണ് ഇത് പണിയും കഴിപ്പിച്ചിട്ടുള്ളത്. നമ്മളിപ്പോ ഇവിടുന്ന് മലപ്പുറത്തില്ലടാ മലപ്പുറം അല്ലേ ജില്ല, പൊന്നാനി ഭാഗത്ത് ചമ്രോട്ടം പാലത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ വലിയൊരു പാലാണ്, രണ്ടാമത്തെ നീളം കൂടിയ പാലാണ് ചമ്രോട്ടം പാലം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ മുകളിൽ കൂടെയാണ് ഇപ്പൊ നമ്മളെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചമ്രോട്ടം പാലത്തിൻ്റെ താഴത്തെത്തിയിട്ടുണ്ട്. സൈഡിൽ കൂടെ ഒരു റോഡ് കാര്യങ്ങളൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് പാലത്തിൻ്റെ താഴത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ ഒരു സുഹൃത്തുണ്ട് ശ്രാവൺ. അപ്പോൾ ആളുടെ നാട് ഇവിടെ എടപ്പാൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് കൂടുതലായിട്ടുള്ള വഴികളും കാര്യങ്ങളൊക്കെ ശ്രാവണാണ് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ശ്രാവൺ എന്തായാലും ഒരു നന്ദി അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതിനെക്കാട്ടും നല്ല ശ്രാവൺ പറയുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ പാലത്തിൻ്റെ അടിഭാഗത്താണ് ഉള്ളത്, എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പം ഇനി ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ ഐതിഹ്യം പിന്നെ അതേപോലെ ഈ പാലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതിനെക്കാട്ടിലും നല്ല ശ്രാവൺ പറയുന്നതാണ്. അപ്പോൾ ശ്രാവൺ അത് പറഞ്ഞു തരും കാര്യങ്ങൾ. അപ്പോൾ ബാക്കി അതിലേക്ക്. അപ്പം ഞങ്ങളിത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ശ്രാവൺ. അപ്പോൾ അവൻ എൻ്റെ കൂടെ ഉണ്ട്. വഴിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനും പിന്നെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചമ്രോട്ടം അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഈ ചമ്രോട്ടം പുഴയൊടുക്കിന് ചേർന്നിട്ടാണ് ഈ അയ്യപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ആറാട്ടിനും കാര്യങ്ങളൊക്കെ നല്ല പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രാവൺ നമ്മളായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. ശ്രാവൺ പറഞ്ഞു. ഇവിടെ ആറാട്ട് നടക്കുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പുഴയിൽ വെള്ളം കയറിയിട്ട് പ്രക്രിയയിൽ തന്നെയുള്ള ഒരു ആറാട്ടാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ കൂടുതലായിട്ട് വേറെ ആറാട്ട് പറഞ്ഞാൽ ആലുവ മണപ്പുറത്തൊക്കെ ആറാട്ട് നടന്നിട്ട് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നടക്കുമ്പോൾ പുഴയിൽ വെള്ളം നിറഞ്ഞതിന് ശേഷം ഇവിടുന്ന് ഇക്കരന്ന്, അതായത് ഒന്ന് കാണിച്ചാൽ
ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ടു, ഈ പാലം ഉണ്ടായിരുന്നില്ല പണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് തോണിയിൽ പൂജാ സാധനങ്ങളൊക്കെ ഇട്ടാണ് അമ്പലത്തേക്ക് പോയിട്ട് ആറാട്ടിൻ്റെ സമയത്ത് പൂജ നടത്തുക. അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. എന്താ ഹോട്ടലിൽ പേര്? ഗ്രീൻ വാലി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. എന്താണെന്നുള്ളത് നമുക്ക് കഴിച്ച് നോക്കിയിട്ട് അറിയാം ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ബാക്കി ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. ഫുഡ് കുഴപ്പമൊന്നുമില്ല എന്നുള്ളേ പറയാൻ പറ്റുള്ളൂ. വലിയ സുഖം തോന്നിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. എന്നാലും ഞങ്ങൾക്കൊരു തൃപ്തി വന്നിട്ടൊന്നുമില്ല സത്യത്തിൽ. ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഇനി നേരെ പോകാൻ പോകുന്നത് ബിയ്യം കായലിലേക്കാണ്. അപ്പോൾ ഇപ്പോൾ ബിയ്യം കായലിൽ ഇപ്പോൾ വെയിലും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടില്ല. അപ്പോൾ അവിടുത്തെ കുറച്ച് ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്ന് ഫുള്ള് കറങ്ങിയിട്ട് നോക്കട്ടെ. ബിയ്യം കായൽ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് എവിടേക്കാണെന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നേരെ ബിയ്യം കായലിലേക്ക് പോവാണ്. അപ്പോൾ ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. നമ്മളിപ്പോൾ ബിയ്യം തൂക്കുപാലത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ആ ഭാഗമൊക്കെ ഒന്ന് കണ്ടു നോക്കി നോക്കാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അധികം സ്ഥലവും കാര്യങ്ങളൊന്നുമില്ല, വണ്ടി നിർത്താനോ കാര്യങ്ങളായിട്ട് അങ്ങനെ സ്ഥലവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒരു പറമ്പിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആരുടെ ഒരു പറമ്പോ എന്തൊക്കെയാണ്, അപ്പോൾ അധികം നേരം നമുക്ക് ഇവിടെ നിർത്തിയിടാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ നിർത്തിയിട്ടിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് കയറി നോക്കി ഇങ്ങോട്ട് തന്നെ പോരുന്നതാണ്. ഈ വണ്ടി നിർത്താൻ പറ്റാത്തതിൻ്റെ മെയിൻ ഒരു പ്രശ്നമാണ്, ഒരു വീടുകൾ കുറേ ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഇത്ര ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കണമെന്നതൊക്കെ കുറച്ച് പ്രശ്നമാണ്, പ്രത്യേകിച്ച് ഈ കൊറോണയുടെ സമയത്ത്. അപ്പോൾ നമുക്ക് തൂക്കുപാലത്തിൻ്റെ മുകളിലൊന്ന് കയറി അവിടുത്തെ 4-5 വിഷ്വൽസും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്കൊന്നിട്ട് തിരിച്ചു വിടാം. അപ്പോൾ നമ്മളിവിടെ ബിയ്യം തൂക്കുപാലത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നല്ലൊരു തൂക്കുപാലം തന്നെയാണ്. ഫുള്ള് കമ്പി കൊണ്ടാണ് കംപ്ലീറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കുള്ളൊരു തൂക്കുപാലം തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ അത് കൂടാതെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, 4 എന്താ പറയുക ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല രസമുള്ളൊരു ഏരിയയാണ് കേട്ടോ. ഇന്ന് പിന്നെ നല്ല വെയിൽ കുറച്ച് കമ്മിയുണ്ട്. അപ്പോൾ വെയിൽ കുറച്ച് കമ്മിയുള്ളതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ മുകളിലൊന്നും നിൽക്കാൻ പറ്റില്ല, കാരണം ചൂട് കാരണം. അപ്പോൾ ഇവിടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ പകർത്തുന്നുണ്ട്. സത്യത്തിൽ നമുക്ക് നല്ല വലിയൊരു പാളിച്ച പറ്റി. എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ വന്ന വഴി ശരിക്കും മാറിപ്പോയി. മാറിപ്പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് ബിയ്യം കായലിലേക്ക് വരേണ്ട വഴി നമ്മൾ വന്ന വഴിയല്ല സത്യത്തിൽ. നമ്മൾ വേറൊരു വീടിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ജനസാന്ദ്രതയുള്ളൊരു ഏരിയയാണ് പറഞ്ഞു. ഈ സൈഡും അങ്ങനെ തന്നെയാണ്. എന്നാൽ നമ്മൾ വന്ന വഴി തെറ്റിപ്പോയി. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അങ്ങേയറ്റത്താണ് കൊണ്ടുപോയിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുള്ളത്. ശരിക്കും ഇതാണ് ബിയ്യം കായലിൻ്റെ ഈ തൂക്കുപാലത്തിൻ്റെ അവിടെയുള്ള കാർ പാർക്കിങ്ങും അങ്ങനത്തെ ഏരിയയും കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു ചെറിയൊരു വഴിയോരപ്പാത ഉണ്ട്, അതായത് ഒരു പാർക്ക് പോലെ. ഈ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് നടക്കാനും ഇതിനൊക്കെ പറ്റുന്ന ഒരു ചെറിയൊരു പാർക്കും അങ്ങനെ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നല്ല രസമുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ അടുത്തുള്ള ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമുള്ളൊരു സ്ഥലമാണ്. നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഫുള്ള് കായലാണ്. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു നടപ്പാത, പിന്നെ ചെറിയൊരു തൂക്കുപാലം. അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ തന്നെയാണ്. നമുക്കൊക്കെ നമ്മളുടെ ഭാഗത്തൊന്നും ഇതില്ലാത്തതുകൊണ്ട് നമുക്കൊക്കെ ശരിക്കും അറിയാൻ പറ്റുന്നുണ്ടാവും.
അപ്പോൾ ഇനി വരുമ്പോൾ എല്ലാവരും വരുമ്പോൾ ഇവിടെ ഉറപ്പായിട്ടും വന്ന് കാണണം. നല്ല രസമുള്ളൊരു സ്ഥലമാണ്, കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു യാത്രകൾ ചെയ്യുമ്പോൾ നല്ല എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ ബീയം തൂക്കുപാലം. ട്രഫൂടെക് വ്ളോഗ്സിൻ്റെ ഇന്നത്തെ വ്ളോഗ് ഏകദേശം അവസാനിക്കാറായി എന്നല്ല, ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ സത്യത്തിൽ നല്ല ഡ്രൈവിംഗ് ആയിരുന്നു. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഡ്രൈവിങ് പിന്നെ ട്രാഫിക് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് സൈൻ ഓഫ് ആക്ച്വലി ഞങ്ങൾ പോരുന്ന വഴിക്ക് പറയാൻ പറ്റിയില്ല, അതാണ് ഉണ്ടായത്. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ വന്ന് കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ വീട്ടിലെത്തി. ഇനി എനിക്കിപ്പോൾ തോന്നുന്നു സൈൻ ഓഫ് ചെയ്യാനുള്ള ടൈമാണ്, കാരണം ആ ഒരു ടൈമായി ഇപ്പോൾ. അപ്പോൾ സൈൻ ഓഫ് ചെയ്യാണ്. കൂടാതെ ഈ വീഡിയോയിൽ ഞങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പോയ റൂട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ റൂട്ടായിരുന്നു. കുറച്ച് ഭാഗമൊക്കെ കോവിഡ് അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കണ്ടെയ്ൻമെൻറ്റ് സോണായിട്ടുള്ള പ്രോബ്ലംസും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ച സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾക്ക് സത്യത്തിൽ എൻ്റർ ചെയ്യാൻ പറ്റിയില്ല. അവിടെ കോവിഡിൻ്റെ പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ സത്യത്തിൽ എൻ്റർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വ്ളോഗ് 3 ദിവസം 4 ദിവസത്തിൻ്റെ ഉള്ളിൽ അടുത്ത വ്ളോഗ് വരുന്നുണ്ട്. അപ്പോൾ ഈ വ്ളോഗിൽ വന്നിട്ടുള്ള എല്ലാ പോരായ്മകളും നമ്മൾ അടുത്ത വ്ളോഗിൽ തീർക്കുന്നതാണെന്നുള്ള ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അടുത്ത എന്തായാലും നല്ല വ്യത്യസ്തപരമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. വ്യത്യസ്തമുള്ളൊരു വീഡിയോ ആയിരിക്കും. ഇതേപോലത്തെ വീഡിയോ ആവില്ല എന്നല്ല, എന്നാലും കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള വീഡിയോസായി അടുത്ത ഘട്ടത്തിൽ. അപ്പോൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം എല്ലാവരും, മാക്സിമം ഷെയർ ചെയ്യണം, അതേപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. കൂടാതെ ആ സബ്സ്ക്രൈബ് ബട്ടൺ എല്ലാവരും ഒന്ന് അമർത്തണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുകൂടെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് ഞങ്ങൾ വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. കൊറോണയും കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ സ്റ്റേ സേഫ്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ടിൽ ദെൻ ബൈ.